ഹലോ, NH-66 കൂരാട് ഹൈവേ തകർന്നു വീണ സ്ഥലത്ത് വീണ്ടും വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകളും പിന്നെ ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളൊക്കെ. മലപ്പുറം ജില്ലയിലെ കൂരാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഹൈവേ തകർന്നു വീണതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ വർക്കുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി. ഇപ്പോൾ ഏതായാലും ഇവിടെ മുകളിലുള്ള മണ്ണുകളൊക്കെ ഏറെക്കുറെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ പ്ലാനാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 300-400 മീറ്റർ മാത്രം പിന്നെ ലെങ്ത്തിലാണ് ഹൈവേ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു വലിയൊരു അബദ്ധമാണ് ഇവർക്ക് പറ്റിയത്. കാരണം ഇത്തരം പിന്നെ വയൽ പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിൽ മണ്ണിട്ട് ഉയർത്തി ഇത്തരം ഒരു നിർമ്മാണം വളരെ അശാസ്ത്രീയമായിരുന്നു. ഇതൊക്കെ വളരെ പ്ലാനിങ്ങിൻ്റെ വലിയൊരു മിസ്റ്റേക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും ഇതിൽ ഒരുപാട് മണ്ടത്തരങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഇത് പൊളിഞ്ഞാടിയത് കൊണ്ട് തന്നെ ഈ KNRCൻ്റെ വലിയ ഡിമാൻഡുകൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു വലിയ ഇമേജ് നഷ്ടപ്പെട്ടു. പിന്നെ മാത്രമല്ല, ഇത് ഇവിടെ കൂരാടത്ത് മാത്രം പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ കുറച്ച് മുമ്പ് നമുക്കറിയാം പൊന്നാനി ഭാഗത്ത് ഇതുപോലൊരു ഹൈവേ തകർന്നു വീണിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലപ്പാറയിൽ വിണ്ട് കീറിയിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് പല സ്ഥലത്തും വലിയ അബദ്ധങ്ങൾ സർവീസ് റോഡിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത് വലിയൊരു ഇമേജ് നഷ്ടം തന്നെയാണ് ഇത്തരം കമ്പനികൾക്ക് വരുന്നത്. പിന്നെ ഇമേജ് മാത്രമല്ല, പിന്നെ സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇത്രയും വലിയ പദ്ധതിയുടെ ഈ വർക്കും കാര്യങ്ങളൊക്കെ ഇവർക്ക് നഷ്ടമായി. മാത്രമല്ല, ഇനിയിപ്പം പുതിയ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യും വേണം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫിനാൻഷ്യലി ലോസ് തന്നെയാണ്. പിന്നെ അതിനപ്പുറം ഇമേജ് നഷ്ടമാണ്. പിന്നെ ഒരുപാട് റോഡിൻ്റെ പിന്നെ നിർമ്മാണത്തിൻ്റെ സമയം ഒരുപാട് ലേറ്റായി. ഇനിയിപ്പോൾ പറയുന്നത് 6 മാസം കൊണ്ടൊക്കെ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ 2025 ആകുമ്പോഴത്തേനും ഫുള്ളാവുന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കുറേ മുന്നേ കേട്ടായിരുന്നു. പക്ഷേ 2026 ആവാനായി. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 4-5-6 മാസമുള്ളൂ. അപ്പോൾ ഇതുവരെ പലതും ഫുള്ളായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന 6 മാസം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം നീളും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാൻ തന്നെ വേണ്ടി വരും. എന്തായാലും ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള ബ്ലോക്കുകളാണ്. ഗതാഗത കുരുക്കുകൾ വലിയ രൂക്ഷമാണ്. കാരണം തിരൂരങ്ങാടി ഭാഗത്തുകൂടെ മാത്രം വാഹനങ്ങൾ പോകാൻ പറ്റുന്നുള്ളൂ. പിന്നെ വേങ്ങര ഭാഗത്തുകൂടി പോകണം. അപ്പോൾ ഈ ഭാഗത്ത് വലിയൊരു അനിശ്ചിതാവസ്ഥ തന്നെയാണ്. വലിയൊരു പ്രശ്നമാണ്. ഗതാഗത കുരുക്ക് തന്നെയാണ് ഇത്തരം ഒരു പ്രശ്നം കൊണ്ട്. കാരണം ഈ ഒരു ഇത് കഴിഞ്ഞോടുകൂടി ഇത് 1-2 മാസം കൊണ്ട് ഫുൾ ക്ലിയർ ആയി എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്താണ് ഇതാകെ ഇടിഞ്ഞു വീഴുന്നത്. ഒരു ഭാഗത്ത് മാത്രമല്ല, 2 സ്ഥലത്ത് വീണ്ടും പിന്നെ ഒരു സ്ഥലത്തും കൂടി ഇടിഞ്ഞു വീണു. കാരണം ഇത്തരം ഏരിയയിലൊക്കെ ഈ വയൽ പ്രദേശമായതുകൊണ്ട് എന്തായാലും താഴ്ഭാഗം ഇരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മണ്ടത്തരം ചെയ്തതെന്നുള്ളത് മനസ്സിലാവില്ല. പല ആളുകളും ഇതൊക്കെ നിർമ്മാണ സമയത്ത് തന്നെ ഇത് പറഞ്ഞ സംഭവങ്ങളൂടെയാണ്. എന്തായാലും ഇപ്പോൾ പൈലിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ വലിയ രീതിയിലുള്ള വർക്കുകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മുന്നോട്ട് പോകുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 6 മാസം എന്ന് പറഞ്ഞാലും ഒരു 8-10 മാസം കൊണ്ടൊക്കെ ശരിയായിരിക്കുമെന്ന് വിചാരിക്കാം. വെറും 400 മീറ്റർ മാത്രമേ ഇവിടെ ചെയ്യേണ്ട സംഭവം വന്നിട്ടുള്ളൂ. അതിനു വേണ്ടിയാണ് ഇവർ ആവശ്യമില്ലാതെ അത്രയും ഭാഗത്ത്, അതും 4 ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഹൈറ്റിലാണ് ഇവർ ഇവിടെ റോഡ് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഹൈറ്റ് വരുന്ന ഏരിയകൾ മാത്രം ഒന്ന് ഫ്ലൈ ഓവർ കൊടുത്തിട്ട് ചെയ്ത സംഭവം പ്രശ്നം തീരുമായിരുന്നു. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും അവിടെ പോലും ഇവർ ലാഭം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ സിമ്പിൾ വർക്ക് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോയത് കൊണ്ടുള്ള വലിയ നഷ്ടമാണ്. പിന്നെ ഇത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ തലപ്പാറയിലും പ്രശ്നങ്ങളുണ്ട്. പിന്നെ മലപ്പുറം ജില്ലയിലെ പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രത്യേകിച്ച് ഉറപ്പില്ലാത്ത മണ്ണുകളുടെ ഏരിയയിലൊന്നും എന്തായാലും ഇത്തരം വർക്കുകൾ വലിയ ഡേഞ്ചർ തന്നെ ആയിരിക്കും. എന്തായാലും ഒരു വലിയ നഷ്ടം തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ ഇപ്പോൾ ഇവിടുന്ന് മണ്ണെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ ഭാഗത്തുള്ള കൂരാട് തന്നെയുള്ള പല ഏരിയയിലുള്ള പാടത്തിൻ്റെ വക്കത്ത് തന്നെയാണ് ഒരുപാട് മണ്ണുകൾ കൊണ്ടുവരുന്നത്. അതൊക്കെ ഇനിയിപ്പോൾ എത്രത്തോളം വെള്ളത്തിന് തടസ്സം വരുന്നുള്ളത് വേറെ പ്രശ്നമാണ്. അതൊരു വലിയ വിഷയം തന്നെ ആയിരിക്കാൻ സാധ്യത ഇല്ലാതില്ല. അത് എങ്ങോട്ടെടുക്കും എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. കാരണം ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് കണ്ടാൽ അറിയും നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ എന്തായാലും ഒരു വലിയ വിഷയം തന്നെയാണ്.
അതുപോലെ ഇവിടെ അടുത്ത് നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ പിന്നെ 2 വീലേഴ്സ് അതുപോലെ 3 വീലേഴ്സ് ട്രാക്ടറുകൾ കാൽനട യാത്രക്കാരൊന്നും ഈ ഹൈവേയിൽ കയറാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ബോർഡുകളൊക്കെ വെച്ച് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. പക്ഷേ അത് എന്തുകൊണ്ടോ അത് ഈ 2 വീലേഴ്സിന് ഇവരൊക്കെ പ്രാക്ക് കൊണ്ടാണോ എന്നറിയില്ല, അത് വെച്ചതിന് ശേഷം അധികം വൈകാതെ തന്നെയാണ് ഹൈവേയുടെ പല ഭാഗങ്ങളും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴൽ തുടങ്ങിയത് പല സ്ഥലത്തും. ഇതൊരു പ്രാക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും അതിൽ ഒരുപാട് ലോജിക്കലി ആയിട്ട് പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാവുന്നതാണ്. കാരണം കേരളത്തിൽ ഏകദേശം 44ഓളം പുഴകൾ ഒഴുകുന്നുണ്ട്. അതിൻ്റെ കൈവരികളും അടക്കം ഒരുപാട് പുഴകളുണ്ട്. അതിൽ തന്നെ നല്ലൊരു ശതമാനം NH-66 ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇത്തരം ഏരിയകളിലൊക്കെ ഒരുപാട് ബ്രിഡ്ജുകൾ ആവശ്യമുണ്ട്. പിന്നെ അതിന് പുറമെ പിന്നെ ഒരുപാട് സ്ഥലത്ത് വയഡക്റ്റുകളുണ്ട്. അതായത് ചതുപ്പ് പ്രദേശങ്ങളിലൂടെ പിന്നെ കടന്നു പോകുന്ന ഭാഗത്ത് ഫ്ലൈ ഓവർ വലിയ രീതിയിലുള്ള ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നത് പോലെ ഫ്ലൈ ഓവർ പോലുള്ള ബ്രിഡ്ജുകൾ. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളൊന്നും സർവീസ് റോഡുകളില്ല. അപ്പോൾ ഇത്തരം ഒരുപാട് സ്ഥലത്ത് കണക്ട് ചെയ്യാതെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹൈവേയിൽ എന്തർത്ഥത്തിലാണ് ഇവർ ഈ പിന്നെ 2 വീലേഴ്സും 3 വീലേഴ്സും അതുപോലെ തന്നെ ട്രാക്ടറും ഒന്നും കയറാൻ പാടില്ല എന്ന് പറയുന്നത്? കാരണം ടോട്ടലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഹൈവേ ആണെങ്കിൽ ഓക്കെ, അതൊരു ശരിയുണ്ടായിരുന്നു. പക്ഷേ ഇത് കണക്റ്റഡ് അല്ലാത്തൊരു ഹൈവേയിൽ ഇത്തരം ഒരു ബോർഡ് വെക്കുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് മണ്ടത്തരങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാണ്. കാരണം ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർ തീരെ ഒരു ശാസ്ത്രീയമായി ചിന്തിക്കാത്ത കാരണമാണ്. കാരണം ഇപ്പോൾ കോഴിക്കോട് തന്നെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ കോഴിക്കോടിൽ തന്നെ പല സ്ഥലത്തും 4-5 പുഴകൾ കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഏരിയകൾ വളരെ കുറഞ്ഞ ഏരിയയിൽ മാത്രം 2 വീലേഴ്സ് കയറി പോവുകയും ബാക്കിയുള്ളവരിലൂടെയൊക്കെ ഇറങ്ങി പുറത്തുള്ളൂടെ പോകണമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് ഇവർ പറയുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുക, ഇത് ഈ പറയുന്ന രീതിയിലുള്ളൊരു വിഷയമാണ്. കാരണം ടോട്ടലി കയറേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഹൈവേയിൽ കയറേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതിലൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കണക്റ്റഡ് അല്ലാത്തൊരു ഏരിയയിൽ ബാക്കിയുള്ള 2 വീലേഴ്സും കാര്യങ്ങളൊന്നും കയറാൻ പാടില്ല എന്ന് പറയുന്നതാണ് വലിയൊരു അബദ്ധമായിട്ട് തോന്നുന്നത്. അങ്ങനത്തെ ഒരുപാട് മണ്ടത്തരങ്ങൾ ഈ ഹൈവേയുടെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ കൂരിയാടിൽ ഈ വർക്കുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ തലപ്പാറയും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് അറിയാനിരിക്കുന്നു. എന്തായാലും വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ശരിയാവട്ടെ എന്ന് പറയും. അതോടൊപ്പം തന്നെ ചില ആളുകൾക്കൊന്നും ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊന്നും ഇടപെട്ട് അഭിപ്രായം പറയുന്നതൊന്നും പറ്റാത്ത പോലെ പല ആളുകളും പറയാറുണ്ട്. പക്ഷേ അതിലൊന്നും കാര്യമില്ല കേട്ടോ. കാരണം നമ്മളെ ഹൈവേ തകർന്നു വീണാൽ നമ്മൾ തീർച്ചയായും റിപ്പോർട്ട് ചെയ്യണം. അത് വളരെ നന്നായാലും അതും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, അത്രയേ തന്നെ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ അങ്ങനെ മാത്രം കണ്ടാൽ മതി. എന്തായാലും നമുക്ക് ഹൈവേയുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോസ് കാണാം. ഗുഡ് ബൈ.